സംസ്ഥാനത്ത് വീണ്ടും നിപ മരണം രേഖപ്പെടുത്തിയിരിക്കുന്നു. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരനാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇന്ന് രാവിലെ 10:50ഓടെ ഹൃദയസ്തംഭനമുണ്ടായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. സംസ്കാരം പ്രോട്ടോകോൾ പ്രകാരം നടക്കും. നമ്മുടെ 14 വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു. ഇന്ന് രാവിലെ 10:50ഓടുകൂടി ഒരു മാസീവ് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടായത്. ഇന്നലെ ഈ ദിവസങ്ങളിൽ വെന്റിലേറ്ററിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ ഷിഫ്റ്റ് ചെയ്തിരുന്നത്. കോൺഷ്യസ് ആയിരുന്നില്ല. ഇന്ന് രാവിലെ യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു. അതുകൂടാതെ 10:50 ആയപ്പോൾ മാസീവ് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടായത്. അപ്പോൾ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി. പക്ഷേ റിവൈവ് ചെയ്യാൻ സാധിച്ചില്ല. ഏറ്റവും സങ്കടം ഉള്ള, വിഷമമുള്ള, നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 11:20-11:30ഓടുകൂടി മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ രേഖപ്പെടുത്തുന്ന 24ാമത്തെ നിപ മരണമാണ് ഇപ്പോൾ വരുന്നത്. മലപ്പുറത്തു നിന്ന് വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, ആന്റിബോഡി സ്വീകരിച്ചിട്ടും ആ കുട്ടിയെ രക്ഷിക്കാനായില്ല എന്നത് തന്നെയാണ് വലിയ ആശങ്കയായി മാറുന്ന ഒരു സാഹചര്യം. ഇതുവരെയും രോഗത്തിന്റെ ഉറവിടവും കണ്ടെത്താനാകാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഏത് തരത്തിലാണ് ഈ വാർത്ത പുറത്തേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ഇത് സ്ഥിരീകരിച്ചത്? അപർണ, മന്ത്രി സൂചിപ്പിച്ചതുപോലെ 11:20ഓടെയാണ് കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. 11-ാം തീയതിയാണ് കുട്ടിക്ക് ആദ്യം പനി ബാധിച്ച് ചികിത്സ തേടുന്നത്. തുടർന്ന് സാഹചര്യങ്ങൾ മോശമായതോടെ 15-ാം തീയതിയോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെ കുട്ടി വെന്റിലേറ്ററിലായിരുന്നു, അബോധാവസ്ഥയിലായിരുന്നു, ഇടയ്ക്കിടെ ഫിറ്റ്സ് വരുന്നുണ്ടായിരുന്നു. ജീവൻ നിലനിർത്താൻ വെന്റിലേറ്റർ സഹായം വേണ്ടി വന്നു. 15-ാം തീയതി അഡ്മിറ്റ് ചെയ്ത കുട്ടിയെ പിന്നീട് നേരെ 19-ാം തീയതിയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെയും കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നില്ല. അവിടെ വെച്ചാണ് കുട്ടിക്ക് നിപ സ്ഥിരീകരിച്ച ഫലം വരുന്നത്. അതിനുശേഷം, അതായത് കുട്ടിയുടെ ആരോഗ്യനില വളരെ മോശമായതിനു ശേഷമാണ് ഈ ആന്റിബോഡി അടക്കമുള്ള മരുന്നുകൾ നൽകാനുള്ള നടപടികൾ തുടങ്ങുന്നത്. കാരണം ഇപ്പം സ്ഥിരീകരിച്ചതിന് ശേഷമേ ഈ മരുന്നുകൾ നൽകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ കുട്ടിയുടെ ആരോഗ്യനില തീർത്തും മോശമായ അവസ്ഥയായിരുന്നു. തുടർന്ന് ഇന്നലെയോടെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പക്ഷേ ചികിത്സകൾക്കും നമുക്ക് നൽകാൻ കഴിയുന്ന എല്ലാ ചികിത്സകൾക്കും അപ്പുറത്തായിരുന്നു ആ കുട്ടിയുടെ ജീവൻ. 11:20ഓടെ മരണം സ്ഥിരീകരിച്ചു. തീർത്തും ദുഃഖകരം. ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ വഴികളും, എല്ലാ സന്നാഹങ്ങളും, എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടും ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ കഴിയാതെ പോയി എന്നത് തീർത്തും വേദനയാണ്, ദുഃഖകരമാണ്. നമുക്ക് ആ ഒരു സങ്കടം അത് രക്ഷിതാക്കൾക്ക് മാത്രമല്ല ഒരു നാടിനൊന്നാകെ നൽകുന്നത് വലിയ വേദനയാണ്. ഈ ഘട്ടത്തിൽ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഈ ഒരു സമ്പർക്ക പട്ടികയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഉള്ളത്. ഈ കുട്ടിയുമായി അടുത്തിടപഴകിയ 230-ലേറെ പേരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഹൈ റിസ്ക് ഗണത്തിൽപ്പെട്ട 63 പേരാണുള്ളത്. അതിൽ തന്നെ 4 പേർക്ക് ഇപ്പോൾ പനി ഉണ്ട്. അതിൽ ഒരാൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ICUവിലാണുള്ളത്. പക്ഷേ ഇവർക്ക് പനി മാത്രമാണ് ഉള്ളത്, വൈറൽ ഫീവറാണ് എന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർക്കും നിപ്പയുടേതായിട്ടുള്ള ലക്ഷണങ്ങളില്ല എന്നത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഈ കുട്ടിയുടെ രക്ഷിതാക്കളൊക്കെ ഇപ്പോഴും നിരീക്ഷണത്തിലാണ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ എവിടെ നിന്നാണ് ഈ രോഗം വന്നത്, അതിൻ്റെ ഉറവിടം എവിടെ എന്നുള്ളത് കണ്ടെത്തലാണ്. എന്താണെങ്കിലും മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഈ കുട്ടി താമസിക്കുന്ന, അല്ലെങ്കിൽ ഈ കുട്ടി പഠിക്കുന്ന ആനക്കയം, പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ നിന്നാകാം ഈ ഒരു രോഗത്തിൻ്റെ ഉറവിടം എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനമുള്ളത്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം വളരെ ഊർജിതമായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത്, ഈ കുട്ടിയുടെ ഒപ്പം പഠിച്ചിരുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഉള്ള നടപടികളാണ്. ഇപ്പോൾ നിലവിൽ തന്നെ ഈ പഞ്ചായത്തുകളിൽ വിദ്യാലയങ്ങൾ 3 ദിവസത്തേക്ക് അടച്ചിടാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സഹപാഠികൾ അവരുടെയൊക്കെ തന്നെ ആരോഗ്യനില പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ ഇത്തരത്തിൽ നിരീക്ഷണത്തിലേക്ക് മാറ്റുന്നുണ്ട്.
എങ്ങനെയെങ്കിൽ ഈ ഒരു സംവിധാനം നമുക്ക് കേരളത്തിൽ ഇന്ന് ലഭ്യമായ എല്ലാ ചികിത്സാ സംവിധാനങ്ങളും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടി ഇതിനു വേണ്ടി സജ്ജമാക്കുമെന്ന ഉറപ്പാണ് മന്ത്രി നൽകിയിരിക്കുന്നത്. നിലവിൽ തന്നെ 30ഓളം ഐസൊലേഷൻ റൂമുകൾ അവിടെ സജ്ജമാണ്, ICU വാർഡുകൾ സജ്ജമാണ്. ആന്റിബോഡി ആസ്ട്രേലിയയിൽ നിന്നും കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ ആന്റിബോഡി എത്തുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആന്റിബോഡി എടുത്തതിൻ്റെ ഒരു ഗുണം, അല്ലെങ്കിൽ അതുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. കുട്ടിയുടെ ജീവൻ നഷ്ടമായി. അതിനപ്പുറത്തേക്ക് കൂടുതൽ മുൻകരുതൽ, കൂടുതൽ സന്നാഹങ്ങളോടെ, കൂടുതൽ സംവിധാനങ്ങളോടെ സുരക്ഷാ മുൻകരുതലുകൾ മലപ്പുറം ജില്ലയിൽ നടപ്പാക്കുന്നു എന്നുള്ളതാണ്. ആനക്കയം, പാണ്ടിക്കാട് പഞ്ചായത്തുകൾ ഇപ്പോൾ തന്നെ കടുത്ത നിയന്ത്രണത്തിലാണ്. ഇവിടെ ഇന്നലെ തന്നെ കളക്ടർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തായിട്ട് ഈ 2 പഞ്ചായത്തുകളിലും പഞ്ചായത്ത് തന്നെ കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 50 പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന പരിപാടികൾ പാടില്ല എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ അടച്ചിടാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇനി മറ്റൊരാൾക്കത് ഉണ്ടാകരുത് എന്ന മുൻകരുതലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികളൊക്കെ തന്നെ പൂർത്തിയാകുന്നത്. അത്യന്തം ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ്. പക്ഷേ അതിജീവിക്കാനാകുമെന്ന ആത്മവിശ്വാസമാണ് ആരോഗ്യവകുപ്പ് പങ്കുവെക്കുന്നത്. അനുമോദ് പറഞ്ഞതുപോലെ തന്നെ ഇത് ആന്റിബോഡി ഫലിക്കാത്ത ഒരു സാഹചര്യം നിൽക്കുന്നത് കൂടുതൽ ആശങ്ക വരുത്തുന്നു. ഒപ്പം ഈ സോഴ്സ് നിപ്പയുടെ ഉറവിടം എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാത്ത ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ 246ഓളം പേർ സമ്പർക്ക പട്ടികയിൽ നിരീക്ഷണത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, അതിൽ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ടവർ, ICUവിന്റെ സഹായം വേണ്ടി വരുന്നവർ, അങ്ങനെ ഈ ഒരു വലിയ ഒരു ശൃംഖല അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആന്റിബോഡി ഒരുപക്ഷെ കഴിഞ്ഞ തവണ കോഴിക്കോടും 2019 എറണാകുളത്തും ഒക്കെ റിപ്പോർട്ട് ചെയ്തതിന് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉള്ള നിപ്പയാണോ റിപ്പോർട്ട് ഇരിക്കുന്നത് എന്നതൊക്കെ കണ്ടുപിടിക്കാനും ഇനി സമയമെടുക്കും. അതുകൊണ്ട് ആ രീതിയിൽ എത്രത്തോളം കനത്ത ജാഗ്രത വേണമെന്ന് കരുതുന്നു ആരോഗ്യവകുപ്പ് ഇപ്പോൾ? അപർണ, ഈ കുട്ടിയുടെ മരണം എന്നത് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ കുട്ടി ആശുപത്രിയിൽ എത്തി നിപ്പ സ്ഥിരീകരിക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ ആരോഗ്യനില അതീവ മോശമായ അവസ്ഥയിലായിരുന്നു. അതായത് ഇന്നലെ നിപ്പ സ്ഥിരീകരിക്കുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ ആരോഗ്യനില ഒരുപക്ഷെ തിരിച്ചു പിടിക്കാൻ കഴിയാത്തത്ര മോശമായ അവസ്ഥയിലെത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ ഈ ആരോഗ്യവകുപ്പിന്റെ പ്രയത്നം ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ള, അതിൽ ഹൈറിസ്ക് സമ്പർക്ക പട്ടികയിലുള്ള 63 പേർ കേന്ദ്രീകരിച്ചാണ്. അതിൽ തന്നെ 4 പേർക്ക് പനിയുണ്ട്, ഒരാൾ ICUവിലാണ്. ഇതിൽ ആരുടെയെങ്കിലും ഫലം നിപ്പ പോസിറ്റീവ് ആവുകയാണെങ്കിലാണ് അടുത്ത ഘട്ടത്തിലുള്ള പ്രതിസന്ധി ആരംഭിക്കുന്നത്. നിപ്പ പടർന്നു പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനിയുള്ള ഈ ഹൈറിസ്ക് പട്ടികയിലുള്ള ആളുകൾക്ക് ലക്ഷണം വരികയോ അവരുടെ സാമ്പിളുകൾ ഏതെങ്കിലും പോസിറ്റീവ് ആവുകയോ ചെയ്യുമ്പോഴാണ്. സ്വാഭാവികമായിട്ടും അതിനുള്ള സാധ്യത ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയും അത് കൂടുതൽ പേരിലേക്ക് ഇത്തരം ഈ ഒരു അസുഖം പടർന്നു പിടിക്കാതിരിക്കാനുള്ള മുൻകരുതലുമാണ് ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ 2 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ ഈ ഒരു പഞ്ചായത്തുകൾക്ക് അപ്പുറത്തേക്ക് ആർക്കെങ്കിലും ഈ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വ്യാപിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെല്ലാം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നിരീക്ഷണത്തിലുള്ള 4 പേരുടെ ആരോഗ്യനിലയിലേക്കാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഒരാൾക്ക് ICUവിൽ പ്രവേശിക്കേണ്ട സാധ്യതയുണ്ട്. നിലവിൽ എല്ലാവർക്കും വൈറൽ ഫീവർ മാത്രമാണ് ഉള്ളത്. പക്ഷേ അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആവുകയാണെങ്കിൽ സ്ഥിതി കുറെ കൂടി ആശങ്കാജനകമാകും. അതേപോലെ തന്നെ ഈ പറയുന്ന നിയന്ത്രണങ്ങൾ മതിയാകാതെ വരും. നിലവിലെ സാഹചര്യത്തിൽ ആനക്കയം, പാണ്ടിക്കാട് പഞ്ചായത്തുകൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതൽ നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഈ ഒരു കുട്ടിയുടെ മരണം അത് നമ്മുടെ ചികിത്സാ സംവിധാനങ്ങൾക്കെല്ലാം അപ്പുറത്തുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ രോഗം ഇപ്പോഴും നിയന്ത്രണ വിധേയമായ സാഹചര്യത്തിൽ തന്നെയാണ് എന്ന ആത്മവിശ്വാസം ആരോഗ്യവകുപ്പ് പങ്കുവയ്ക്കുന്നത്. ഇന്നലെ ഈ രോഗസ്ഥിരീകരണം ഉണ്ടായപ്പോൾ തന്നെ താഴെ തട്ടിൽ അത്രയും സജീവമായിട്ട് തന്നെ ഈ സമ്പർക്ക പട്ടിക തയ്യാറാക്കലും അതേപോലെ ഇതിന്റെ കാരണങ്ങളിലേക്ക് പോകലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത് ഈ ഒരു കുട്ടി കഴിഞ്ഞ 15-ാം തീയതി മുതൽ അബോധാവസ്ഥയിലാണ്. കുട്ടിക്ക് സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രോഗത്തിന്റെ കാരണം എവിടെ നിന്ന് എന്ത് സംഭവിച്ചു,
ആരെല്ലാം കൂടെ ഉണ്ടായിരുന്നു എന്ന കാര്യം കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതായത് രോഗത്തിന്റെ ഉറവിടം മനസ്സിലാക്കുവാൻ ഈ കുട്ടിയുടെ മരണത്തോടെ സാധിക്കാതെ വന്നിട്ടുണ്ട്. ഇനി കുട്ടിയുടെ കൂടെയുള്ളവരുടെ അവരുടെ വാക്കുകളിൽ നിന്ന് വേണം അത് മനസ്സിലാക്കിയെടുക്കുവാൻ. അത് ആണ് ഏറ്റവും ഒരു പ്രതിസന്ധിയായിട്ട് ഉള്ളത്. ഈ രോഗ കാരണം അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ രോഗം വന്നത് എന്നുള്ളത് കണ്ടെത്തലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന് മുമ്പിലുള്ള പ്രതിസന്ധി. രണ്ട് തരത്തിലുള്ള സാഹചര്യം നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നു. ഇത് ഈ കുട്ടിക്ക് ഒറിജിനൽ സോഴ്സിൽ നിന്നാണോ ഈ രോഗം വന്നിട്ടുള്ളത്, അതോ മറ്റേതെങ്കിലും വ്യക്തിയിൽ നിന്നാണോ? അതിൽ ആദ്യത്തേതിനാണ് സാധ്യത കൂടുതലെന്നാണ് ആരോഗ്യ വിദഗ്ധരൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ ആനക്കയം, പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ഈ കുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും നിലത്ത് വീണ് കിടക്കുന്ന പഴങ്ങൾ കഴിക്കുകയോ പറിച്ചെടുത്ത് കഴിക്കുകയോ അതിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിന് കുട്ടിയുടെ ഒപ്പമുള്ള സഹപാഠികളോട് അവരിൽ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങളും അവർ നൽകുന്ന മൊഴികളും ഒക്കെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. അതിന് കേരള ആരോഗ്യ വകുപ്പ്, നമ്മുടെ സംസ്ഥാന സർക്കാർ മറ്റ് സഹായങ്ങൾ കൂടി തേടുന്നുണ്ടോ? ഇപ്പോൾ അനുമോദനം അറിയുന്ന പോലെ തന്നെ 2018 നിപ്പയുടെ ഉറവിടം കണ്ടെത്തുക വലിയ വെല്ലുവിളിയായിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അടക്കം വിദഗ്ധർ വന്നുകൊണ്ട് ഒരു നീണ്ട പ്രോസസ്സിലൂടെ ആണ് അത് പൂർണ്ണമാക്കിയത്. അങ്ങനെ ഒരു വെല്ലുവിളി ഇവിടെ ഉണ്ട്. അത്രയും സമയം എടുത്തുകൊണ്ട് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കരുതുന്നുണ്ടോ? അതോ നമ്മുടെ ഈ പരിമിതികൾക്കകത്ത്, സംവിധാനങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് അത് പൂർണ്ണമാക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ടോ ആരോഗ്യവകുപ്പിന്? ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ്. കാരണം ഈ ഒരു കുട്ടി ഒറ്റയ്ക്ക് എവിടെയും അധികം പോയിട്ടില്ല. ഇവൻ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ്. പഠനത്തിലും കളിയിലും ഒക്കെ ഒരേപോലെ സജീവമായിരുന്നു. കൂട്ടുകാരോട് നല്ല രീതിയിൽ പെരുമാറിയിരുന്നു. എപ്പോഴും കൂട്ടുകാരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് ഒരുപക്ഷെ ഈ കുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ അവരൊരുമിച്ച് എവിടെയെങ്കിലും പോയിരുന്നോ, അതേപോലെ ഇത്തരത്തിൽ ഏതെങ്കിലും സംശയാസ്പദം അല്ലെങ്കിൽ നിലത്ത് വീണ് കിടക്കുന്ന പഴവർഗ്ഗങ്ങൾ കഴിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ കൂട്ടുകാർക്ക് പറയാൻ കഴിഞ്ഞാൽ അത് ഇതിലൊരു ഐസ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാകുന്ന കാര്യമാകുമെന്ന് വേണം കരുതാൻ. അത്തരത്തിൽ സോഴ്സ് കണ്ടെത്തൽ ഈ കുട്ടികളുടെ അതായത് മരിച്ച കുട്ടിയുടെ സഹപാഠികൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി പ്രധാനപ്പെട്ടതായിട്ട് മുന്നോട്ട് പോകുക. അത് സഹപാഠികൾ തന്നെ ആവണമെന്നില്ല. ഒരുപക്ഷെ കുട്ടിയുടെ വീട്ടിലുള്ളവരാകാം, സഹോദരങ്ങളാകാം. അങ്ങനെ ഈ കുട്ടിയുടെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ അത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നത്. രണ്ടാമതായിട്ട് ഈ ഒരു മേഖലകളിൽ, അതായത് സ്കൂളും പരിസരവും നിൽക്കുന്ന സ്ഥലം, വീടും പരിസരവും നിൽക്കുന്ന സ്ഥലം, അവിടെയുള്ള ഭൂപ്രകൃതി, അവിടെ ഇത്തരത്തിൽ വവ്വാലുകൾ കൂടുതലായി നിൽക്കുന്ന സ്ഥലമുണ്ടോ, അത്തരത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും മനുഷ്യന് ഭക്ഷ്യയോഗ്യമായ പഴങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം നടക്കും. സ്വാഭാവികമായിട്ടും ഇതൊക്കെ ആരോഗ്യവകുപ്പ് നിലവിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ അത് സോഴ്സ് കണ്ടെത്തൽ അത്ര എളുപ്പമല്ല. ഒരുപക്ഷെ കുട്ടി കുറെ കൂടി ആരോഗ്യത്തോടെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ആ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു വ്യക്തത കൈവരുമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ 15-ാം തീയതിക്ക് ശേഷം, അതായത് 15-ാം തീയതി മുതൽ അബോധാവസ്ഥയിലുള്ള കുട്ടിക്ക് നിപ്പ സ്ഥിരീകരിക്കുമ്പോഴേക്കും ആരോഗ്യനില വളരെ മോശമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു വിവരങ്ങളും നമുക്ക് അത്തരത്തിൽ ആ കുട്ടിയിൽ നിന്ന് ലഭിക്കാൻ കഴിഞ്ഞില്ല. ദൗർഭാഗ്യകരമായ ആ ഒരു സാഹചര്യം ഇനി അടുത്ത ഘട്ടത്തിലെ നടപടികളിലൂടെ പരിഹരിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ ശ്രമം. എന്താണെങ്കിലും സോഴ്സ് കണ്ടെത്തുക എന്നുള്ളത് അത്യധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെങ്കിലും സാധ്യമാകുമെന്ന പ്രതീക്ഷയാണ് ആരോഗ്യവകുപ്പിനുള്ളത്. രണ്ടാമതായിട്ട് ഈ കുട്ടിയുടെ സമ്പർക്ക പട്ടിക ഇതിനോടകം തന്നെ, അതായത് ഈ രോഗം സ്ഥിരീകരിച്ച് 24 മണിക്കൂർ കഴിയുന്നതിന് മുൻപ് 243 പേരുടെ സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കി കഴിഞ്ഞു. അതിൽ തന്നെ 63 പേർ ഈ ഹൈ റിസ്ക് കോണ്ടാക്റ്റിലാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. അതൊക്കെ ഈ മുൻകാലങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങൾ അതിജീവിച്ചതിന്റെ, നേരിട്ടതിന്റെ പരിചയത്തിന്റെയും അനുഭവ സമ്പത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് അതിജീവിക്കുക അസാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നടപടികളിലൂടെ തന്നെയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പട്ടികയിലുള്ള ഹൈറിസ്ക് പട്ടികയിലുള്ള ആർക്കെങ്കിലും ഈ തരത്തിൽ ഒരു നിപ്പ ഫലം പോസിറ്റീവ് ആവുകയാണെങ്കിൽ അത് ഒരുപക്ഷെ കൂടുതൽ ആശങ്ക, അത്തരത്തിൽ രോഗം പടർന്നു പിടിക്കുന്നതായിട്ടുള്ള ആശങ്ക നൽകും. നിലവിലെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അനുമോദ് പറഞ്ഞതുപോലെ ആ ഒരു പ്രതീക്ഷ തന്നെ ആരോഗ്യവകുപ്പിനും സംസ്ഥാനത്തിനൊപ്പം മലയാളികൾക്കെല്ലാം ഈ ഒരു സാഹചര്യത്തിൽ അതൊരു ആശങ്കാകുലമായ ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്നുള്ളത്. അപ്പോഴും നമുക്ക് കേരളം പിന്തുടരുന്ന ഒരു അന്താരാഷ്ട്ര പ്രോട്ടോകോൾ നിപ്പയെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമുക്കുണ്ട്. അതനുസരിച്ച് സംസ്കാര ചടങ്ങുകളും നടക്കുമെന്ന് ആരോഗ്യമന്ത്രി പറയുകയും ചെയ്തിരിക്കുന്നു. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 പഞ്ചായത്തുകളോളം ഏർപ്പെടുത്തുന്ന കടുത്ത നിയന്ത്രണങ്ങൾ, ഇനി ആ നിയന്ത്രണങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ബാധ്യത മലപ്പുറംകാർക്ക് കൂടി ഉള്ളതാണ്. അത് ഏത് തരത്തിലൊക്കെ ആയിരിക്കും ആ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ്, എങ്ങനെയാണ് ഒരു പൊതുജനത്തിന്റെ ഒരു പ്രതികരണമൊക്കെ ഏത് തരത്തിലാണ് വരുന്നത്?
അപർണ, ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകൾ സമ്പൂർണ്ണമായിട്ടും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോവുകയാണ്. ഇന്നലെ ജില്ലാ കളക്ടർ ഈ ഒരു മേഖലയിൽ ആളുകൾ കുറയ്ക്കാൻ നിർദ്ദേശിച്ചു. അതേപോലെ ട്യൂഷൻ സെന്ററുകൾക്കും മതപഠന സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. അതിനപ്പുറത്തേക്ക് പൊതുജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ചടങ്ങുകൾക്കോ മറ്റൊന്നും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ പഞ്ചായത്തുകൾ അത് കുറെ കൂടി ഈ വിഷയത്തിൽ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. പാണ്ടിക്കാട് പഞ്ചായത്ത് 50 പേരിൽ കൂടുന്ന ഒരു പരിപാടിയും പാടില്ല എന്ന കർശന നിർദ്ദേശം പുറത്തിറക്കി കഴിഞ്ഞു. ആ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാനുള്ള നിർദ്ദേശം പഞ്ചായത്ത് തന്നെ നിർദ്ദേശിച്ചു കഴിഞ്ഞു. ആനക്കയം പഞ്ചായത്തിലും സമാനമായ രീതിയിൽ ആലോചനകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാംക്രമിക രോഗത്തിന്റെ, അതായത് നിപ്പയുടെ അതിന്റെ തീവ്ര ഗുരുതര ഫലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ യുക്തമായ നടപടി ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നുണ്ട്. ഇനി അവിടേക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ആ പഞ്ചായത്തിലുള്ള ആളുകൾ മറ്റ് പഞ്ചായത്തുകളിലേക്ക് മറ്റിടങ്ങളിലേക്ക് പോകരുത് എന്നൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് കഴിയുന്ന സാഹചര്യങ്ങളിലൊക്കെ. കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു രോഗസാധ്യത ഉള്ളവരുണ്ടെങ്കിൽ അവരിൽ നിന്ന് മറ്റൊരാൾക്ക് പകരരുത്, അവർക്ക് നല്ല ചികിത്സ ലഭ്യമാകണം. അത്തരത്തിൽ രോഗം പടർന്നു പിടിക്കുന്നത് തടയുവാനുള്ള നടപടി സ്വീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്താണെങ്കിലും 2 പഞ്ചായത്തുകളാണ്, ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകൾ വളരെ സജീവമായിട്ട് തന്നെ ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നതിന്റെ മുൻപ് തന്നെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഈ മേഖലകളിൽ നടപ്പിലാക്കാൻ അവർ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ നിർദ്ദേശം പ്രാദേശികമായിട്ട് നൽകിയിട്ടുമുണ്ട്. ഇന്ന് വൈകുന്നേരം കളക്ടർ ഈ നിർദ്ദേശങ്ങളെല്ലാം കൂടി പരിഗണിച്ചായിരിക്കും ഉത്തരവ് പുതുക്കി പുറത്തിറക്കുക. ഇതിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ 2 പഞ്ചായത്തിലും അടച്ചിടാനുള്ള സാധ്യത അത് ജില്ലാ കളക്ടർ തന്നെ ഔദ്യോഗികമായിട്ട് ഉത്തരവിൽ പറയുമെന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ ഈ മേഖലയിലെ യാത്ര അത് ഒരുപക്ഷെ നിയന്ത്രണങ്ങൾ വന്നേക്കുമെന്ന തരത്തിലേക്ക് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ. റൈറ്റ്. CV അനുമോദ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കേരളത്തിൽ നിപ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 24ാമത്തെ നിപ മരണമാണ് ഇത്. 14കാരൻ 10-ാം തീയതി മുതൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 14കാരനാണ് മരിച്ചിരിക്കുന്നത്. പ്രോട്ടോകോൾ അനുസരിച്ച് സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. 246 പേർ സമ്പർക്ക പട്ടികയിൽ നിരീക്ഷണത്തിലാണ്. 63ഓളം പേർ ഹൈറിസ്ക് വിഭാഗത്തിലുമാണ്. ഏത് തരത്തിലാണ് ഇവരിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ ഫലം വരുന്നത് എന്നതുകൂടിയിരിക്കും ഇനി ഏത് തരത്തിൽ കൂടുതൽ ജാഗ്രതയിലേക്ക് കടക്കണം സംസ്ഥാനം എന്നുള്ളത് സംബന്ധിച്ചുള്ളത്. ഏതായാലും ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആന്റിബോഡികൾ സംസ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നു. കൂടുതൽ നിയന്ത്രണങ്ങൾ 2 പഞ്ചായത്തുകളിലായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. പരിപൂർണ സജ്ജമാണ് അങ്ങനെ ഒരു അവസ്ഥയെ, നിപ്പയെ നേരിടാൻ ആരോഗ്യവകുപ്പ് എന്നുള്ള ആത്മവിശ്വാസം കൂടിയാണ് നേരത്തെ ആരോഗ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രകടമാക്കിയത്.